ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മഹേഷ് ആൻ്റണിയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ശരത്തിനെ കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ശരത്തെ, നീ എന്താ ഇവിടെ? നീ ഒന്ന് പഠിക്കാനൊന്നും പോയില്ലേ? നിനക്കെന്താ ആൻ്റണിയായിട്ട് കമ്പനി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വെറുതെ വന്ന മഹേഷിടാ, ഇവിടെ ആൻ്റണി ചേട്ടൻ്റെ ഷോപ്പിൽ ഇടയ്ക്ക് ഞാൻ വരാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതത്ര നല്ലതല്ല എന്ന് മഹേഷ് മറുപടി പറയുന്നുണ്ട്. ഈ സമയത്ത് ആൻ്റണി ചോദിക്കുകയാണ്, അതെന്താ പഠിക്കാൻ പോകുന്നവൻ എൻ്റെ ഓഫീസിൽ വന്നൂടെ? നീ വന്ന കാര്യം പറ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻ്റണി പലിശ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 ദിവസം കൊണ്ട് എനിക്ക് സമയം തരണമെന്ന് പറയുമ്പോൾ ആൻ്റണി ആദ്യം സമ്മതിക്കുന്നില്ല. എന്നാൽ ശരത്ത് പറയുകയാണ്, കൊടുത്തേക്ക് ആൻ്റണിയേട്ടാ, 2 ദിവസം കഴിയുമ്പോൾ പലിശ തരുമെന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു എന്ന് ആൻ്റണി പറയാൻ കേൾക്കുമ്പോഴത്തേക്ക് ശരത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പോകാൻ നേരത്ത് മഹേഷ് ശരത്തിനോട് യാത്രയും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. മഹേഷ് പോയിന്റ് തൊട്ട് പിന്നാലെ തന്നെ ആൻ്റണി പറയുന്നുണ്ട്, ഇവൻ കൃത്യമായി തന്നെ പലിശ തരുമല്ലോ അല്ലേ? ഇല്ലെന്നാണെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആൻ്റണി ചേട്ടൻ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതിയും മീരയും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ശ്രുതിയെ കാണുമ്പോൾ തന്നെ, അയ്യോ ഇത് സച്ചിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്, എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അപ്പുറമായിട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് വേറെ എടുത്ത് പോയി ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ അങ്ങോട്ടേക്ക് ശ്രുതിയും മീരയും വരുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ ആൻ്റണി പറയുന്നത്, കൃത്യമായി പലിശ അടയ്ക്കുന്നവരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 1 കിലോ മീൻ വേണമെന്ന് മീര മറുപടി പറയുകയാണ്. മീനോ ഇവിടെയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, പിന്നെ പലിശക്കാരൻ്റെ അടുത്ത് പണം മേടിക്കാനല്ല മീൻ മേടിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് മീര കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ കയ്യിൽ നിന്നുള്ള 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തതിന് ശേഷം ഇരുവരും പൈസയും മേടിച്ച് അവിടുന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു കാഴ്ച കൊണ്ടുകൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ശരത്ത് പറയുന്നുണ്ട്, ഇവർക്ക് എന്തിന് ഇത്രയധികം പൈസ? മലേഷ്യയിലാണ് ഇവരുടെ അച്ഛൻ ബിസിനസ് ചെയ്യുന്നത്, ഇവർക്ക് പൈസയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, പിന്നെ എന്തിനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പൈസ കടം മേടിക്കുന്നത്? ഇതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ആൻ്റണി ചായ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അവർക്ക് ബിസിനസ്സിൽ ഇറക്കാനായിരിക്കും, എന്തായാലും ഇനി ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല, നീ പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ ശരത്തിന് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമാവട്ടെ. പക്ഷെ എന്തൊക്കെയോ കെണികൾ ഒരുക്കിക്കൊണ്ടാണ് ആൻ്റണി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതേ സമയം വീട്ടിലേക്ക് എന്ന് ലക്ഷ്മി ആകെ സങ്കടപ്പെട്ടിരിക്കാണ്ട് ഇത് കാണുമ്പോഴത്തേക്കും രേണു വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ പറഞ്ഞതില്ല അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളിൻ്റെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ പേടിക്കൊന്നും വേണ്ട, സച്ചേനോട് വഴക്കുണ്ടാക്കി താമസിക്കാനൊന്നും വന്നല്ല ഞാൻ, അമ്മ കണ്ടതല്ലേ വർഷയുടെ അമ്മ എന്തൊക്കെ സാധനങ്ങൾ തട്ടിൽ വെച്ച് കൊണ്ടുവന്നതെന്ന്, അമ്മ എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് വരണ്ട എന്ന് പറഞ്ഞേനെ, സച്ചേൻ്റെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ, എന്തിനാ അമ്മ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അല്ല മോളെ, മുറ പോലെ നടത്തുന്ന ചടങ്ങുകൾ അത് അതുപോലെ തന്നെ നടത്തേണ്ടതല്ലേ, എങ്കിലും നിനക്ക് ആ വീട്ടിൽ സമാധാന സ്വസ്ഥതയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും, എൻ്റെ വീട്ടിലെ സമാധാന സ്വസ്ഥതയൊക്കെ അമ്മ കണ്ടതല്ലേ എന്നൊക്കെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ശരത്ത് പറയുന്നുണ്ട്, അമ്മ അങ്ങോട്ടേക്ക് തട്ടുമായിട്ട് പോകുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ 2-3 തട്ട് ഞാൻ കൂടുതലായിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടേനെ എന്ന് പറയുമ്പോൾ രേണു പറയുന്നുണ്ട്, അതിന് തട്ട് മാത്രം കൊടുത്തു വിട്ടാൽ പോരാ, അതിലെന്തെങ്കിലും വെച്ച് കൊടുത്തു വിടണം എന്ന് പറഞ്ഞ് കളിയാക്കി സംസാരിക്കുന്ന ഈ സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, ഞാനത് തന്നെയാണ് പറഞ്ഞത്, പണമോ സ്വർണ്ണമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തട്ടിൽ വെച്ച് ഞാൻ തന്നേനെ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി വേറെ ശരത്തിനെ നോക്കാണ്ട്, അതിന് നിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ശരത്ത് ഇത്രയധികം പൈസ? നീ എന്നെ പഠിക്കാൻ പോകുന്നില്ലേ? എന്ത് ജോലിക്കാണ് പോകുന്നത്? നീ ഇപ്പോഴും ആ ആൻ്റണിയുടെ അടുത്താണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേണു പറയുന്നുണ്ട്, ഇവനെ ഞാൻ പല സ്ഥലങ്ങളിലും ആൻ്റണിയിൽ കൂടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ശരത്തെ, ആൻ്റണിയുമായിട്ടുള്ള കമ്പനി അത്ര നല്ലതല്ല, അത് നാശത്തിലേക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ചേച്ചി, ഞാൻ ഇടയ്ക്കൊക്കെ ആൻ്റണി ചായൻ്റെ ഓഫീസിൽ പോയി ഇരിക്കാറുണ്ടെന്നുള്ളൂ, അല്ല അദ്ദേഹമായിട്ട് വലിയ കമ്പനി ഒന്നും ഇല്ല എന്നൊക്കെ പറയാറ്. അതിനുശേഷം രേവതിയോട് റൂമിലേക്ക് വരാനായിട്ട് ശരത്ത് പറയുകയാണ്. രേവതി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി നേരത്തെ പണയം വയ്ക്കാനായിട്ട് ശരത്തിൻ്റെ കയ്യിൽ ഒരു വള ഏൽപ്പിച്ചല്ലോ, ആ ഒരു വള രേവതിക്ക് തിരികെ നൽകുകയാണ് ശരത്ത്. ഇത് കാണുമ്പോഴത്തേക്കും വളരെ അത്ഭുതത്തോടുകൂടി തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ എവിടെ നിന്ന് ശരത്ത് ഇത്രയധികം പൈസ? പാർട്ട് ടൈം ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും പൈസ ഒന്നും കിട്ടില്ല, നീ എന്ത് ജോലിക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നേരായ വഴിക്ക് അധ്വാനിച്ച് തന്നെയാണ് ചേച്ചി ഞാൻ ജീവിക്കുന്നത്, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കുന്നത്, ഈ വള കയ്യിലേക്ക് പിടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, വേണ്ട ശരത്ത്, സച്ചേട്ടൻ എപ്പോഴെങ്കിലും ഈ ഒരു വളയുടെ പൈസ തരുന്ന സമയത്ത് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. രേവതിയുടെ പെരുമാറ്റം ശരത്തിനെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ബീരാനെയാണ് കേട്ടോ. ബീരാൻ കടയിൽ വന്ന കസ്റ്റമറിനോടായിട്ട് താൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് കട അവധിയായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതിയും മീരയും അങ്ങോട്ടേക്ക് വരുന്നത്. വേഗം തന്നെ ശ്രുതി മീരയോടായിട്ട് പറയുന്നുണ്ട്, മീര, അദ്ദേഹം വല്ലാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെ സിനിമയിൽ ചാൻസ് കിട്ടിയില്ല എന്നാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ വന്ന് ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക എന്ന് വിളിക്കുകയാണ്.
മീരയെ കാണുമ്പോഴത്തേക്കും ആതിര സോറി മീര എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യം രഹസ്യമായിരിക്കണമെന്ന്, അത് ജോഷി സാർ പ്രത്യേകം പറഞ്ഞല്ലേ, പിന്നെ എന്തിന് കടയിൽ വരുന്ന കസ്റ്റമറോടായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ മീര സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മീര ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രുതിയുടെ ഇളയച്ചൻ്റെ പേര് സുന്ദർദാസ് എന്നാണ്. ഒരിക്കലും ആ ഒരു പേര് മറക്കരുത്. മാത്രമല്ല ഇവർ താമസിക്കുന്നത് ഇവരുടെ അച്ചാമ്മയുടെ വീട്ടിലാണ്. ആ ഒരു ലൊക്കേഷനും അയച്ചു തരാം, അവിടെയുള്ള ഓരോ വ്യക്തിയെയും ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേരും ജോലിയും എല്ലാം തന്നെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. സംസാരത്തിനിടയിൽ ശ്രുതിക്കുള്ള ചെയിനും ഡ്രസ്സുകളും കൂടി ബീരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇത് തൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല കുറച്ച് പണവും കൂടി ബീരാൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് വേണ്ട ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനായി മേടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പണം നൽകുന്നത്. ഇതേ സമയം നമ്മുടെ ശ്രുതിയാകട്ടെ ശ്രുതിനെ പലതവണ വിളിച്ചിട്ടും തന്നെ ഫോൺ എടുക്കാത്തതുകൊണ്ട് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വിളിച്ച് കിട്ടുന്നില്ല എന്ന് ശ്രുതി മറുപടി പറയുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയും വീണ്ടും നിങ്ങൾ പിണങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാമേ, ശ്രുതിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ഫോൺ എടുക്കാതിരുന്നത് ഞാൻ ശ്രുതിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പാർലറിലേക്ക് വിളിച്ചിരുന്ന, ശ്രുതി അവിടെ ഇല്ല എന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു ക്ലയൻറ്റിനെ കാണാനായിട്ട് പോയതായിരുന്നു. പിന്നെ ശ്രുതി ഏത് സമയത്തും പാർലറിലേക്ക് വിളിക്കരുത്, അവരെന്താ വിചാരിക്കുക, ശ്രുതിക്ക് എന്നെ സംശയമാണെന്നല്ലേ വിചാരിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാണ്, നീ ഇനി ശ്രുതിനെ പാർലറിലേക്ക് വിളിക്കരുത് കേട്ടോ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ശ്രുതിയുടെ അച്ഛൻ പൊങ്കലിന് സമയത്ത് വരുമോ എന്നുള്ള ചോദ്യവും കൂടി. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വരികയില്ല, പക്ഷെ ഇളയച്ചൻ വരും എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതെയോ, മലേഷ്യയിൽ നിന്ന് മോളുടെ ഇളയച്ചൻ വരുന്നുണ്ടല്ലേ, മോനെ ശ്രുതി നീ വേണം അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അത് കെണിയാവുമല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.